അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സൂറത്തു നബയിലെ രണ്ടാമത്തെ 2ഉം അതുപോലെ 3ഉം ആയത്താണ് ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് സൂറത്തു നബയിലെ 17 മുതലൊക്കെയാണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് ആ ഭാഗം അടുത്ത ദിവസങ്ങളിലായിട്ട് വിടും. 2-3 ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. തൊണ്ടക്ക് സുഖമില്ലാത്തത് കൊണ്ടും തൊണ്ടവേദന ആയതുകൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി. നമുക്ക് ദുആ ചെയ്യാം, ഇൻഷാ അല്ലാഹ് അല്ലാഹു ശിഫയാക്കട്ടെ. അൽഹംദുലില്ലാഹ് നമ്മുടെ വീഡിയോ പല ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് കമൻറ്റും അതുപോലെ തന്നെ പേഴ്സണലായിട്ടൊക്കെ വന്ന് പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമാണ്. നമ്മളെ 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെന്ന് പറയുന്നത് 1ാം ക്ലാസ്സിൽ നിന്ന് കയറി വന്നിട്ടുള്ളൂ. അപ്പോൾ അക്ഷരങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു 3 മാസം നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കേണ്ടി വരും. എന്നാലുള്ളൂ വരും കാലത്ത് നമുക്ക് ഒരു പ്രശ്നവുമില്ലാതെ കുട്ടികൾക്ക് അക്ഷരമൊക്കെ തിരിഞ്ഞ് ഒരു അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞ് ഓതും. അപ്പോൾ ഇനി നമുക്ക് 2ാമത്തെ ആയത്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അനിന്നബഇൽ അളീം. എങ്ങനെയാണ്? അനിന്നബഇൽ അളീം. ഇവിടെ ഓരോ അക്ഷരങ്ങൾ വേർതിരിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ അനി, അതിലടങ്ങിയിട്ടുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഐനും അതുപോലെ നൂനും. അനി, 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 അനിന്നബഇ, അനിന്നബഇ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ 1ാം ക്ലാസ്സിലെ പാഠത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. 1ാം ക്ലാസ്സിലെ ലാസ്റ്റ് ഭാഗങ്ങളിലായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. എന്ത്? ഷംസിയായ അക്ഷരങ്ങളും അതുപോലെ ഖമരിയായ അക്ഷരങ്ങളും നമുക്ക് അറിയുണ്ടാകും. അതായത് അലിഫ് ലാമിൻ്റെ അടുത്ത് ഈ പറയപ്പെടുന്ന അക്ഷരം ഇടയ്ക്ക് കുരക്കാനൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ സ്റ്റോപ്പ് ആക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം അനിന്നബഇ, ഇവിടെ അലിഫ് ലാമിൻ്റെ അടുത്ത് വന്ന അക്ഷരം ഏതാണ്? നൂനാണ്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, അലിഫ് ലാം ഉച്ചരിക്കൂല. ചില അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ അലിഫ് ലാം ഉച്ചരിക്കൂല, എന്നാൽ ചില സ്ഥലങ്ങളിൽ ഉച്ചരിക്കുകയും ചെയ്യും. അത് ഏതൊക്കെയെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്ത് ചെയ്യുക, അത് ഏതൊക്കെ അക്ഷരങ്ങളാണെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ആ വീഡിയോ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. 1ാം ക്ലാസ്സിൽ പഠിച്ചു പോയതാണ്. മക്കൾക്ക് ഓർമ്മ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ ആ വീഡിയോ വിട്ടു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യില്ല, അലിഫ് ലാം ഉച്ചരിക്കൂല. അനിന്നബഇ. നമ്മൾ നേരെ എന്ത് ചെയ്യും, നൂനെടുത്ത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടോട്ട് പോവുക, ഇവിടുന്ന് ഇങ്ങോട്ട്. ഓക്കെ, ഈ നൂനും വന്ന് നേരെ ഈ നൂനുമൊക്കെ പോവുക. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, അലിഫ് ലാം അവിടെ ഉച്ചരിക്കൂല. അനിന്നബഇ. ഇനി ഇവിടെയോ, ഇവിടെ അലിഫ് ലാം ഉച്ചരിക്കും. കാരണം തൊട്ടടുത്ത് വന്നിട്ടുള്ളത് ഖമരിയായ അക്ഷരത്തിൽപ്പെട്ടതാണ്, അൽ ഹുറൂഫുൽ ഖമരിയ. അപ്പോൾ ഇവിടെ അനിന്നബഇൽ അളീം. ഇനി ഇവിടെ ഓരോന്നും വേർതിരിക്കുക. അന്നബഇ, ഇവിടെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അലിഫുണ്ട്, ലാമുണ്ട്, നൂനുണ്ട്, ബ ഉണ്ട്, പിന്നെ ഈ അലിഫുണ്ട്. അപ്പോൾ ഇവിടെ അന്നബഇ. അപ്പോൾ ഇതിൻ്റെ അക്ഷരങ്ങൾ ഇവിടെ കാണാം. ഇതിങ്ങനെ വരുന്നത്, ഇതാണ് അതിൻ്റെ അക്ഷരങ്ങൾ. ഇനി അൽ അളീമി, ഇതിൻ്റെ അക്ഷരങ്ങളോ ഏതൊക്കെയാണ്? അലിഫ്, പിന്നെ ലാം, പിന്നെ ഐന്. ഐനുൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് 1ാം ക്ലാസ്സിൽ. കണ്ണ്.
പിന്നെ ഏതാണ് ലോ, പിന്നെയോ യാ, പിന്നെ മീം. കൂട്ടി എഴുതുമ്പോൾ അൽ അലീമി. അനിൻ നബഇൽ അലീം, അനിൻ നബഇൽ അലീം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നൂനാണ് ഒന്ന്, ഇവിടെ ഷദ്ദുണ്ട്. അതുപോലെ ഐന്, അനി എന്നല്ല അനി, ഐനാണ് കേട്ടോ. അനിൻ നബഇൽ അലീം. പിന്നെ അവസാനം മീമാണ്, അപ്പോൾ ചുണ്ട് പൂട്ടണം. അലീം എന്നറിയരുത്, അലീം. ചുണ്ട് പൂട്ടിയാലാണ് മീം കിട്ടുള്ളൂ. അനിൻ നബഇൽ അലീം. ഇനി അടുത്ത ആയത്ത് അല്ലദീ. അല്ലദീ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലിഫ് ലാം. കണ്ടോ, ഇവിടെ എന്ത് ചെയ്യില്ല, അലിഫ് ലാമിന് ശേഷം ലാം വന്നാൽ അവിടെ അലിഫ് ലാമിന് ഉച്ചരിക്കൂല. അല്ലദീ. അക്ഷരങ്ങൾ അലിഫുണ്ട്, രണ്ടാമതായിട്ട് ലാം, മുകളിൽ ഷദ്ദുണ്ട്, പിന്നെ ദാല്. ദനബുൻ എന്ന പാഠത്തിൽ, ഒന്നാം ക്ലാസ്സിലെ പാഠം ദനബുൻ വാല്, ആ പാഠത്തിൽ പഠിച്ച ദാൽ. പിന്നെ അതിന് നീട്ടാൻ ഒരു യാ ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ചിലതിലിവിടെ പുള്ളി കൊടുത്തിട്ടുണ്ടാകും കേട്ടോ. യാന് ചില സ്ഥലങ്ങളിൽ പുള്ളി കൊടുക്കൂല, അതിവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കെസറിന് നീട്ടാൻ യാ ആണ്. അല്ലദീ, അല്ലദീ ഹും ഫീഹി, ഹും ഫീഹി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഹും ഫീഹി നോതരുത്, ഹും ഫീഹി. വഖഫും അല്ല, നിർത്തലും അല്ല, ഹും ഫീഹി. അങ്ങനെ തന്നെ ഓതണം. അങ്ങനെ ഓതി പഠിച്ചാലാണ് വലുതാകുമ്പോൾ മക്കൾക്ക് തജ്വീദ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഹും ഫീഹി, അല്ലദീ ഹും ഫീഹി, അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ, മുഖ്തലിഫൂൻ. ഇവിടെ നമുക്ക് രണ്ടാമത്തെ അക്ഷരം കാണാം, ഖ. ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, എങ്കിലും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ കാർക്കിച്ച് തുപ്പൂലേ, നമ്മുടെ തൊണ്ട അവിടെയൊക്കെ കഫുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അത് തുപ്പുമ്പോൾ നമ്മൾ രച്ചുണ്ടാക്കുമല്ലോ, ആ ഭാഗത്തു നിന്നാണ് ഈ അക്ഷരം പുറപ്പെടേണ്ടത്. ഖ, മുഖ്, മുഖ്, മീമും ഖാഉം, മുഖ്, മുഖ്, മുഖ്തലിഫൂൻ. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകണം തുപ്പുമ്പോൾ ഉണ്ടാകുന്ന ഒച്ച അല്ലേ, മുഖ്. കാർക്കിച്ച് തുപ്പുമ്പോൾ തൊണ്ടയിൽ നിന്ന് കഫ് എടുക്കില്ല, അതുപോലുള്ള ഒച്ച, മുഖ്. മുഖ്തലിഫൂൻ, മുഖ്തലിഫൂൻ. അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ, അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. ഇവിടെ നമ്മൾ ഇതിത്തെ അക്ഷരങ്ങൾ പറഞ്ഞില്ല. ഇവിടെ ഹ ഉണ്ടല്ലേ, ഹും എന്നതിൽ ഹ, ഹു. പിന്നെ മീമിന് സുക്കൂനാണ്, ഹും. പിന്നെ ഫ, ഫഇന് കസർ, ഫീ. നീട്ടാൻ യാ ഉണ്ട്, ഫീ. പിന്നെ ഹ ഇന് കസർ, ഹ, ഫീഹി, ഹും ഫീഹി. ഇനി മുഖ്തലിഫൂൻ. ഇവിടെ മുഖ്തലിഫൂൻ, മീമുണ്ട്,
ഖ നമ്മൾ പറഞ്ഞില്ലേ കഫം ഓർത്താൽ മതി. കഫം തുപ്പുമ്പോൾ എന്ത് ചെയ്യും? തൊണ്ടൻ്റെ ഭാഗത്തുനിന്ന് ഒച്ചുണ്ടാക്കും. മുഹ്. അതുപോലെ താ, അതുപോലെ ലാം. പിന്നെ ഫസ് എന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1ാം ക്ലാസ്സിൽ. ആ ഫ നീട്ടാനുള്ള വാവ് ഫൂ. പിന്നെ നൂന്. മുഖ്തലിഫൂൻ. ഇനി ആയത്ത് 2 3 ആയത്ത് ഓതി വെക്കാം. അനിന്നബഇൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അനിന്നബഇൽ അളീം. അനിന്നബഇൽ അളീം. الذي هم فيه مختلفون. الذي هم. കുട്ടികൾ ചിലപ്പോൾ ഒക്കെ പാടെ ഓതാൻ അറിയണ്ടാവില്ല. അങ്ങനത്തെ സന്ദർഭത്തിൽ പകുതിയായിട്ട് വായിപ്പിക്കുക. الذي هم فيه مختلفون. الذي هم فيه مختلفون. الذي هم فيه مختلفون. الذي هم فيه مختلفون. ഇതുപോലെ മക്കളെ ആവർത്തിച്ച് അവരെ കൊണ്ട് തന്നെ അക്ഷരം പറയിപ്പിക്കുക. എന്നാലുള്ളൂ കൂടുതൽ അവർക്ക് അക്ഷരം പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്ത് വായിച്ചു കൊടുക്കരുത്. അവർ താനേ വായിക്കണം. അവരോട് ചോദിക്കുക ഇതേതക്ഷരം. അവർ വരും എന്ത് അലിഫ്. ഇതെങ്ങനെ ലാം. അപ്പോൾ തുടക്കത്തിലാണെങ്കിൽ ഒരായത്ത് തുടങ്ങുമ്പോഴാണെങ്കിൽ അല്ലദീ അങ്ങനെ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഓരോ അക്ഷരങ്ങൾ വായിപ്പിക്കുക. ഇതേതക്ഷരം ഹു. അപ്പോൾ ഇതോ അപ്പോൾ അവർക്ക് മ് എന്നൊക്കെ പറയും. അപ്പോൾ കൂട്ടി വായിക്കണം. ഹും. മ് എന്ന് പറയില്ല ഒരിക്കലും. മറ്റുള്ളൊരു അക്ഷരത്തോടു കൂടെ പറയാം. ഹും. പിന്നെ അങ്ങനെ ഓരോന്നോരോന്ന് എന്ത് ചെയ്യുക വായിപ്പിച്ചിട്ട് കൂട്ടി വായിപ്പിക്കുക.